മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ നിങ്ങൾ സത്യസന്ധരായിട്ടിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങിവരും. വളരെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷപ്പെടില്ല, കിട്ടാത്തതിനെ ഓർത്ത് അത് വിഷമിച്ചുകൊണ്ടേയിരിക്കും. കാലത്തിനു മായ്ക്കാൻ കഴിയാത്ത സത്യമാണ് സ്നേഹം. എന്നാൽ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുത്ത മൂർച്ചയുള്ള ആയുധവും സ്നേഹം തന്നെയാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുമ്പിൽ എങ്ങനെയൊക്കെ മനസ്സു തുറന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായി എന്ന് വരില്ല. ഭക്തരെ, ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും. തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സങ്കടങ്ങളും മനുഷ്യന് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. ഭക്തരെ, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ഒരിക്കലും തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല. വീട്ടിലെ രഹസ്യങ്ങൾ, ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അനുഭവങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് എന്നും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. ഭക്തരെ, നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ ഇനിയൊന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും. ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റങ്ങൾ കണ്ടെത്തും. ഒഴുക്കിയ കണ്ണുനീരിനു വില തരാത്തവരുടെ മുന്നിൽ കണ്ണു നിറയ്ക്കാൻ നിൽക്കരുത്. ഒരു ദുഃഖത്തിനപ്പുറം വലിയൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ തേടിപ്പോകുന്ന സ്നേഹത്തേക്കാൾ എന്നും നിലനിൽക്കുന്നത് നിങ്ങളെ തേടി വരുന്ന സ്നേഹമായിരിക്കും. ഭക്തരെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ആരെങ്കിലും നിങ്ങളോട് പിണങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ടെന്നാണ്. ജീവിത വിജയം എന്നാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്നത് മാത്രമല്ല, ഇഷ്ടപ്പെട്ട ജീവിതം സമാധാനത്തോടെ ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നതും ജീവിത വിജയം തന്നെയാണ്. പറയാതെ അറിഞ്ഞാലും അറിയാതെ പറഞ്ഞാലും ചില സത്യങ്ങൾ ചിലപ്പോൾ ഹൃദയങ്ങളെ വേദനിപ്പിക്കും. പലരും നിങ്ങളെ കുറ്റപ്പെടുത്തിയെന്നിരിക്കും. നിങ്ങൾ കടന്നുപോയ അവസ്ഥ നിങ്ങൾക്കേ അറിയൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ തെറ്റുകാരനല്ലാത്തിടത്തോളം കാലം ധൈര്യമായിട്ടിരിക്കുക. കണ്ണിൽ തുടങ്ങി കണ്ണുനീരിൽ അവസാനിക്കുന്നതല്ല സ്നേഹം. മനസ്സിൽ തുടങ്ങി മരണം വരെയും നിലനിൽക്കുന്നതാണ് സ്നേഹം. ഭക്തരെ, യാചിക്കുന്നവൻ്റെ മുന്നിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ ഒരിക്കലും നിങ്ങൾ യാചിക്കുകയും അരുത്. പിന്നിലായിപ്പോയി എന്നു കരുതി നിരാശപ്പെടരുത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും. ഭക്തരെ, നിങ്ങളുടെ വീഴ്ചകൾ ആസ്വദിക്കുന്നവരോടും നിങ്ങളുടെ നേട്ടങ്ങളിൽ ദുഃഖിക്കുന്നവരോടും ഇടപെട്ട് അമൂല്യവും പരിമിതവുമായ നിങ്ങളുടെ സമയം പാഴാക്കരുത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.